ഹായ്, ദിസ് ഇസ് ശ്രീലക്ഷ്മി. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രോഡക്ട്സും എൻ്റെ ഫേവറേറ്റ് സാധനം തന്നെയാണ്. ഞാൻ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യുന്ന സാധനം തന്നെയാണ്. അക്വാലോജിക്കയുടെ ഒന്ന് രണ്ട് പ്രോഡക്ട്സ് ആണ് ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം അക്വാലോജിക്കയുടെ സൺസ്ക്രീൻ ഞാൻ മിക്കവരോടും പറയാറുണ്ട്, സജസ്റ്റ് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യുമെന്ന് പറയാറുണ്ട്. അപ്പം അക്വാലോജിക്കയുടെ സൺസ്ക്രീൻ ആണ്. അപ്പം ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇതും എൻ്റെ ഫേവറേറ്റ് ആണ്. ഇതിന്റെ ഗ്രീൻ ബോട്ടിൽ ഉണ്ടല്ലോ, അതും എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ വീട്ടിൽ മറന്നു വെച്ചിട്ട് വന്നു. അപ്പം ഉപയോഗിച്ച ട്യൂബൊക്കെ നമ്മൾ കളയുമല്ലോ, അപ്പൊ അതെല്ലാം പോയി, അല്ലെങ്കിൽ ഞാനത് കാണിക്കായിരുന്നു. അപ്പൊ ഇതിന്റെ ഗ്രീൻ ബോട്ടിലും ഉണ്ട് കേട്ടോ. രണ്ടും ഞാൻ യൂസ് ചെയ്യാറുണ്ട്, കാരണം രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. രണ്ടും ഒരുമാതിരി എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന കണക്കിന് എനിക്ക് തോന്നി രണ്ടെണ്ണം. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സൺസ്ക്രീനും യൂസ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് പണ്ട് വന്നിരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം ഭയങ്കര വൈറ്റ് കാസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എന്തോ ഒരു സാധനം തേച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം അടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും. അത് മാത്രമല്ല പ്രശ്നം, സ്കിൻ ഒത്തിരി ഡാർക്ക് ആയതുപോലെ തോന്നും. നമ്മളിപ്പോൾ ഏത് സ്കിൻ ടോൺകാരും ആയിക്കോട്ടെ, നമ്മൾ ഒന്നും കൂടെ ഒന്ന് തേച്ചിട്ടൊരു ഇതില്ലാത്തോട്ട് തോന്നും. അതുകൊണ്ട് നമുക്ക് സൺസ്ക്രീൻ എപ്പോഴും തേക്കാൻ വേണ്ടി തോന്നത്തുമില്ല. പക്ഷെ ഈ ഒരു സാധനം വന്നതിന് ശേഷം ഞാൻ എപ്പോഴും എടുത്തങ്ങ് തേക്കാറുണ്ട്. കാരണം ഒരു ഇടയ്ക്കൊക്കെ ഞാൻ തേക്കും ഇത് റിപ്പീറ്റഡ് ആയിട്ട്. കാരണം എനിക്കിഷ്ടമാണ് ഇത് ഭയങ്കരം, ഇത് നല്ലതാണ്. ഇത് അക്വാലോജിക്ക ഗ്ലോ പ്ലസ് ഡ്യൂയി സൺസ്ക്രീൻ ആണ്. നമുക്കൊരു ഓയിലി ആക്കുവോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഈ യെല്ലോ ബോട്ടിൽ ഇത് SPF 50 ആണ്. നമ്മൾ എപ്പോഴും ഒരു 30 എബോവ് 50 റേഞ്ചിലുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. കാരണം ആ ഒരു റേഞ്ച് SPF 50 എബോവ് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ 50 എബോവ് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പുറത്ത് പോയാലും അധികം ടാൻ ഒന്നും അടിക്കില്ല. വി വിൽ ഗെറ്റ് പ്രൊട്ടക്ഷൻ, നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പം നിങ്ങൾ മാക്സിമം അങ്ങനെ നോക്കുക. അപ്പം ഇത് UVA UVB എല്ലാം ഉണ്ട്. ഇതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പപ്പായ എക്സ്ട്രാക്ട് ഉണ്ട്, വൈറ്റമിൻ C ഉണ്ട്, ഹൈലറോണിക് ആസിഡ് ഉണ്ട്, ഒപ്പം തന്നെ സിങ്ക് ഓക്സൈഡും ഇതിനകത്തുണ്ട്. അപ്പം ഇത്രയും കുറച്ചുകൂടെ കണ്ടന്റുകളുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതാണ് പറയുന്നത്. ഇറ്റ് ഈസ് 50 ഗ്രാം ആണ് ഇത്. ഒരു 399 ആ ഒരു റേഞ്ച് വരുന്നതാണ്. ഇതുണ്ട്. ഇതിന്റെ ഗ്രീൻ ബോട്ടിലുണ്ട്. അതുപോലെ തന്നെ വാട്ടർമെലന്റെ സൺസ്ക്രീൻ ഉണ്ട്. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ 3 സൺസ്ക്രീനും നല്ലതാണ്, ആക്ച്വലി നല്ലതാണ്. പക്ഷെ എനിക്ക് ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇതും ഉണ്ട്, ഗ്രീനും ഉണ്ട്. ഇതിലും ഒന്നും കൂടെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഗ്രീൻ ബോട്ടിലാണ്. അതാണ് ഇതിനെക്കാട്ടിലും ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഗ്രീൻ ഒന്നുകൂടെ ഉപയോഗിച്ച് നോക്കും. ഈ യെല്ലോ ബോട്ടിൽ പറയുന്നത് നോർമൽ ടു ഡ്രൈ സ്കിന്ന് അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നുകാർക്കാണ് യെല്ലോ ബോട്ടിലുള്ള അക്വാലോജിക്കയുടെ സൺസ്ക്രീൻ പറയുന്നത്. ഗ്രീൻ ബോട്ടിലുള്ള അക്വാലോജിക്കയുടെ സൺസ്ക്രീൻ പറയുന്നത് ഓയിലി ടു കോമ്പിനേഷൻ പ്ലസ് സെൻസിറ്റീവ് സ്കിന്നിന് ഇത് രണ്ടിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ ഗ്രീൻ ബോട്ടിൽ ഓയിലി ടു കോമ്പിനേഷൻ ആണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഇത് പറയാം കാരണം ഞാൻ ഇത് നമ്മുടെ ഒരു വീട്ടില് പലവരുടെ സ്കിൻ ടോൺ പലതായിരിക്കും. ഓക്കെ, ഇപ്പം എൻ്റെ ഒരു സ്കിൻ ടോൺ ഒന്നായിരിക്കും, എൻ്റെ ബ്രദറിന്റെ വേറൊരു സ്കിൻ ടോൺ ആയിരിക്കും, എൻ്റെ അമ്മയുടെ ചിലപ്പോൾ വേറൊരു സ്കിൻ ടോൺ ആയിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാനിത് പ്രോപ്പറായിട്ട് ഇന്ന സ്കിൻ ടൈപ്പിന് ഇത് പിടിക്കുമെന്ന് പറയാനുള്ള കാരണം എൻ്റെ വീട്ടിൽ ഞങ്ങൾ പലരും പല സ്കിൻ ടൈപ്പുകളാണ്. എല്ലാം ഉണ്ട്, ഡ്രൈയും ഉണ്ട്, കോമ്പിനേഷനും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ മൈ കോമ്പിനേഷൻ സ്കിന്ന് എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എൻ്റെ ബ്രദറിനെ എടുത്തിട്ട് പറയും, എടാ ഇത് നിനക്ക് ചേരുമായിരിക്കും, നിന്റെ സ്കിൻ ടോണിന് അല്ലെങ്കിൽ സ്കിൻ ടൈപ്പിന് സ്യൂട്ടാകും. അപ്പം തേക്കുമ്പോൾ ഞാൻ വിചാരിക്കും അവനത് പെർഫെക്റ്റ്ലി ചേരുന്നുണ്ടായിരിക്കും. ഞാനിപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ അവന് യൂസ് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ അവന് പെർഫെക്റ്റ്ലി അത് ചേരുന്നുണ്ടായിരിക്കും. അവൻ ഓയിലി ഗ്രീസി ആയിട്ടൊന്നും തോന്നില്ല. അങ്ങനെയാണ് നമുക്ക് യെസ് എനിക്ക് മനസ്സിലാവുന്നത് ദിസ് ഇസ് സ്യൂട്ടബിൾ ഫോർ ദിസ്. അതാണ് എന്നോട് കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കുന്നവരോട് ഞാൻ നിങ്ങൾക്കിത് നല്ലതായിരിക്കും, നിങ്ങളൊന്ന് ചെയ്തു നോക്ക് എന്ന് പറയാനുള്ള കാരണം. അല്ലാതെ ചുമ്മാ ഞാൻ നിങ്ങളോട് പറയല്ല. എൻ്റെ വീഡിയോസ് മൊത്തം എൻ്റെ ഒരു 8 year ഓഫ് എക്സ്പീരിയൻസ് ആണ്, എൻ്റെ സെൽഫ് എക്സ്പീരിയൻസ് ആണ്. സത്യം പറഞ്ഞാൽ ഈ പ്രൊഡക്ട്സുകൾ മേടിച്ച് വാരി കൂട്ടി എല്ലാം ട്രൈ ചെയ്ത് ഏതാ നല്ലത് ചീത്ത എന്ന് നോക്കി വന്നാല ഞാനൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റോ അല്ലെങ്കിൽ ഒരു സ്കിൻ ഡോക്ടറോ ഒന്നും അല്ല. പക്ഷെ ഒരു 8 year ഓഫ് എക്സ്പീരിയൻസ് നമ്മൾ എല്ലാം തേച്ച് എല്ലാ പ്രൊഡക്ട്സും യൂസ് ചെയ്ത് ഏതാണ് നല്ലത് നമുക്കൊരു പ്രൊഡക്റ്റ് നിങ്ങളോട് പറയാൻ പറ്റും. ഇതാണ് നിങ്ങൾ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ കണ്ടു കാണുമല്ലോ, ആ ഒരു റിസൾട്ട് ഒക്കെ വന്നത് ഇങ്ങനെയാണ് ഞാൻ പഠിച്ചത്.
ഇതാണ് നല്ലത്, ഇത് യൂസ് ചെയ്ത് നല്ലതായിരിക്കും. അതാണ് നിങ്ങളോട് ഞാൻ വന്ന് പ്രോപ്പറായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് നോക്കൂ. ഞാൻ ഒരുപാട് ഓവറായിട്ട് പ്രൊഡക്റ്റുകൾ റെക്കമെൻഡ് ചെയ്യാറില്ല. എന്നോട് ഒന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ മിനിമലിസ്റ്റ് പറയും, അല്ലെങ്കിൽ അക്വാലോജിക്ക പറയും. അല്ലാതെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും എന്നോട് ഇങ്ങോട്ടൊന്ന് റിവ്യൂ ചെയ്യാൻ പറഞ്ഞാൽ മാത്രമേ ഞാൻ സെപ്പറേറ്റ് നോക്കത്തുള്ളായിരിക്കും. അല്ലാതെ ഒരുപാട് ബണ്ടിൽ ഓഫ് പ്രോഡക്ട്സ് വന്ന് ഇത് നോക്ക്, അത് നോക്ക്, ഇത് നോക്ക്, ഇത് കൊള്ളാം, അങ്ങനെ ഞാൻ പറയില്ല. എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ സ്കിന്നിൽ എന്താ പറയുക ഇമ്പ്രൂവ്മെൻറ്റ്സ് തന്ന പ്രൊഡക്റ്റുകൾ മാത്രമേ ഞാൻ കാണിക്കത്തുള്ളൂ. സോ എന്നെ ട്രസ്റ്റ് ചെയ്യും നിങ്ങൾ. ഞാൻ അല്ലാതുള്ളത് ചെയ്യത്തില്ല. ഓക്കെ. അപ്പം ഇത് നിങ്ങൾ ആർക്കും ഇത്രയും നാളായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വൈറ്റ് കാസ്റ്റ് ആണ് അങ്ങനെയൊക്കെ പ്രശ്നം തോന്നുന്നവർക്ക്, സ്കിൻ ഡാർക്കർ ആവുന്നു അങ്ങനെയൊക്കെ തോന്നുന്നവർക്ക് ഇത് ഭയങ്കര നല്ലൊരു പ്രൊഡക്റ്റാണ്. 399 ആണ്. കുറേ നാൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതും നല്ലതാണ്, ഗ്രീൻ ബോട്ടിൽ നല്ല. പിന്നെ ഇതിൻ്റെ വേറൊരു കിടിലം പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാമോ, ഇതിൻ്റെ ടോണറാണ്. ഇത് ടോണിങ് മിസ്റ്റ് ആണ്. ടോണിങ് മിസ്റ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സ്കിൻ ഡ്രൈ ആയി പോകൂലേ, നമുക്ക് ഡ്രൈ ആയി പോകുമ്പോൾ ഒന്ന് ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സാധനമാണിത്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് കോക്കനട്ട് വാട്ടർ, ഇതിനകത്ത് കോക്കനട്ട് വാട്ടർ ഉണ്ട്, ഒപ്പം തന്നെ ഹൈലറോണിക് ആസിഡിന്റെ സെറം ഉണ്ട്. അപ്പൊ ഹൈലറോണിക് ആസിഡ് എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, സ്കിന്നൊന്ന് സോഫ്റ്റ് ആൻഡ് പ്ലംപി ഒക്കെ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് വരുന്നൊരു സെറമാണ് ഹൈലറോണിക് ആസിഡ് സെറം. അപ്പൊ അതിനകത്ത് ഇൻക്ലൂഡ് ആണ്. അപ്പൊ നമുക്ക് ഇത് മേടിക്കുവാണെങ്കിൽ സെപ്പറേറ്റ് പോയുള്ള ഹൈലറോണിക് ആസിഡ് സെറം അങ്ങനെയൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ദിസ് ഇസ് ഓൾറെഡി ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്. ഇതിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കാം, ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ സ്കിന്നൊന്ന് ഡള്ളായിട്ടിരിക്കുവാണ്, നമ്മളിപ്പോൾ പുറത്തു പോയി വണ്ടിയിൽ ഇരിക്കുമ്പോഴും നമുക്ക് ഡൾനെസ് ഫീൽ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതെടുത്തൊന്ന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയർ റൂട്ടീനിൽ നമുക്ക് ഇത് ആഡ് ചെയ്യാം. എല്ലാത്തിനും നല്ലതാണ്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര ഡള്ളായിട്ടിരിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്തിരിക്കാം. ഞാൻ അടിച്ച് കാണിച്ചു തരാമേ. കാണോ, ഇത് കാണോ, ഇവിടെ എല്ലാം ഉണ്ട്, എല്ലാം ഇങ്ങനെ, ഇത് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ നമുക്ക് അടിക്കാം. അപ്പം ഇത് കുറച്ച് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടും. കണ്ടല്ലോ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ സ്കിന്നിൽ വേറെ ക്രീംസോ കാര്യങ്ങളോ ഒന്നും മീൻസ് ഫൗണ്ടേഷനോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങളെ മുമ്പേ വെച്ച് തന്നെ എനിക്കിത് കാണിച്ചു തരാം. കണ്ടോ, യൂസ് ചെയ്യാം. നമ്മുടെ സ്കിന്നൊന്ന് ഒരു ഉണർവ് വന്നു, ഒന്ന് ഉയർന്ന് എഴുന്നേറ്റു എന്ന് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് തോന്നും. ഒരു ചെറിയ ഗ്ലോ ഒക്കെ തരും. ഒരു കവളത്തൊക്കെ ഒരു ഗ്ലോ വരുന്നുണ്ടോ? ഇത് നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ, നല്ല സാധനമാണ്. ഇതെനിക്ക് അങ്ങനെ ഇറിറ്റേഷന് പണ്ട് ഞാൻ ചില ടോണർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് അതിനകത്ത് ആൽക്കഹോളിക് കണ്ടന്റുകൾ വരുന്നത് കൊണ്ട് എനിക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും. നമ്മളിങ്ങനെ എനിക്കൊന്ന് കെമിസ്റ്റിൻ്റെ ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കെമിസ്റ്റ് ബ്രാൻഡിൻ്റെ ടോണറൊക്കെ. അത് യൂസ് ചെയ്ത് സ്പ്രേ ചെയ്ത് കഴിയുമ്പം സ്കിന്നിന് ബേണിങ് സെൻസേഷൻ ഉണ്ടാവും. ഇത് ഞാൻ എപ്പോൾ യൂസ് ചെയ്താലും എനിക്ക് ഒരു ബേണിങ് സെൻസേഷനും ഒന്നും എനിക്ക് ഉണ്ടാവാറില്ല. ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഇതിനകത്ത് പാരബൻസ് ഇല്ല, സൾഫേറ്റ് ഇല്ല, മിനറൽ ഓയിൽസ് ഇല്ല, അങ്ങനെ ഒന്നുമില്ല. നല്ലൊരു സാധനമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കാശ് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തോന്നി, അല്ലെ നിങ്ങൾക്ക് പുറത്തൊക്കെ പോകുമ്പം സ്കിൻ എപ്പോഴും ഡള്ളാണ്, പെട്ടെന്ന് ഡള്ളാവും അങ്ങനെയൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുക, അപ്പോൾ വർക്ക് ചെയ്യുമ്പം ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മൾ ബ്രേക്ക് ഒക്കെ എടുക്കുമ്പോൾ നമുക്കൊന്ന് ചുമ്മാ എടുത്തിട്ട് ഒന്ന് അടിക്കാൻ വേണ്ടിയിട്ടും ഒന്ന് പെട്ടെന്ന് നമ്മളൊന്ന് ഫ്രഷ് ആക്കാനും ഒക്കെ ഇത് അക്വാലോജിക്കയുടെ ഈ സാധനം നൈസ് സാധനമാണ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, നൈസ് സാധനമാണ്. അപ്പം ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളെ ഞാൻ കാണിച്ചത് സൺസ്ക്രീനും ഇതിൻ്റെ എല്ലാ ഇതിൽ വരുന്ന സൺസ്ക്രീനും നല്ലതാണ്, ഈ ടോണറും നല്ലതാണ്. പിന്നെ ഞാൻ മൂന്നാമത് പറയാൻ പോകുന്ന സാധനത്തിന്റെ ബോട്ടിൽ എൻ്റെ കയ്യിൽ ഇല്ല, അത് എൻ്റെ കയ്യിൽ നിന്ന് തീർന്നു പോയി. അപ്പം ഞാൻ എടുത്ത് കളഞ്ഞു, അല്ലെങ്കിൽ ഞാൻ കാണിക്കായിരുന്നു. ഇതിനകത്ത് സോർബെറ്റ് ക്രീം എന്നും പറഞ്ഞിട്ട് അക്വാലോജിക്കയുടെ തന്നെ ഒരു സോർബെറ്റ് ക്രീം ഉണ്ട്. ഭയങ്കര ഡ്രൈ ആയി ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ള ഒരു ക്രീമാണ് സോർബെറ്റ് ക്രീം. അപ്പം ഈ അക്വാലോജിക്കയുടെ ബ്രാൻഡ് വന്നപ്പോൾ ഞാൻ ആദ്യം ട്രൈ ചെയ്തത്, എനിക്ക് അന്നേരം ഡ്രൈ ആയിരിക്കുന്നു എൻ്റെ സ്കിന്നെന്ന് തോന്നിയപ്പോൾ ഞാൻ എന്നാൽ ഇത് മേടിച്ച് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞ് ട്രൈ ചെയ്തു. പക്ഷെ എനിക്കത് ഒട്ടും സ്യൂട്ടായില്ല. സ്കിൻ ഭയങ്കരമായിട്ട് എൻ്റെ ഡള്ളാക്കുകയും ചെയ്തു. ഒപ്പം തന്നെ എനിക്ക്
അത്ര അങ്ങോട്ട് പിടിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ പ്രൊഡക്റ്റ് നമുക്ക് കളയാൻ പറ്റില്ലല്ലോ, പിന്നെ കഷ്ടപ്പെട്ട് അത് ഞാൻ തീർക്കുന്നിടം വരെ എങ്ങനെയൊക്കെയോ ഇടയ്ക്കിടയ്ക്കൊക്കെ യൂസ് ചെയ്തിട്ട് ഞാനത് തീർത്തു. അപ്പം നിങ്ങൾ അക്വാലോജിക്കയുടെ സോർബെറ്റ് ക്രീം എന്ന് പറയുന്ന ഒരു മോയ്സ്ചറൈസർ ഉണ്ട്, എക്സ്ട്രീംലി ഫോർ ഡ്രൈ സ്കിന്നിനാണ് അത് പറഞ്ഞേക്കുന്നത്, റെക്കമെൻഡ് ചെയ്തത്. അത് എൻ്റെ ഒരു ഇതിൽ എനിക്ക് ഒരു 50-50 എന്നല്ല ഞാൻ പറയുന്നത്, ഓക്കെ ഐ വിൽ ഗീവ് 20% ഓക്കെ, 80% എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബാക്കി ഈ 2 പ്രൊഡക്ട്സും നൈസ് സാധനമാണ്. ഇത് രണ്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ സ്കിന്നിന് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ വന്നിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾ പറയുക. അപ്പം വേറൊരാളും വീഡിയോ കണ്ടിട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പം എൻ്റെ മാത്രം റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെയും അവർക്ക് കാണാം. ഓക്കെ, അവർക്ക് അപ്പം തിങ്ക് ചെയ്യാം, ഇത് ഓക്കെ ഒരാളുടെ കേട്ടു കൊള്ളാം, അടുത്ത ആൾ എന്താണ് പറയുന്നത്, ഇപ്പൊ ഇവരുടെ അപ്പൊ നിങ്ങൾ പറയണം എൻ്റെ ഓയിലി സ്കിന്നാണ്, എനിക്കിത് സ്യൂട്ടായി. അപ്പം വേറൊരു ആൾ കമന്റ് കാണുമ്പോഴും അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുമ്പോഴും അവർക്കും പെട്ടെന്ന് തന്നെ റിലേറ്റ് ചെയ്യാം. ഓക്കെ, എൻ്റെ ഓയിലി ആണ്, അപ്പൊ എനിക്കും സ്യൂട്ട് ആവുമായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ഡ്രൈ ആണ്, എനിക്കും സ്യൂട്ട് ആവുമായിരിക്കും. അപ്പൊ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാം. നമ്മുടെ വീഡിയോയിൽ നമ്മൾ കമന്റ്സ് അങ്ങനെ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇനിയും വേണ്ട വീഡിയോസിന്റെ കാര്യങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. എല്ലാം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരുപാട് പ്രൊഡക്ട്സ് നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കുക മുഖത്ത്. ഓക്കെ, ഞാൻ ഓരോ തവണ ഇടുമ്പോഴും ഞാൻ പറഞ്ഞു തരുന്നതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം മാത്രം പിക്ക് ഇറ്റ് അപ്പ്, അത് പിക്ക് ചെയ്യുക, അത് മുഖത്തിടുക. ഒരു 1.5 ഇയർ വരെ നിങ്ങൾ ആ സെയിം പ്രൊഡക്റ്റിൽ പോയി യൂസ് ചെയ്ത് ഉപയോഗിക്കുക. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഞാൻ എപ്പോഴും നിങ്ങളോട് ഒരു കാര്യം തുറന്നു പറയാം, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്കൊന്ന് സ്കിൻ ലൈറ്റൻ ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് പറ്റും. പക്ഷെ ഒരുപാട് അങ്ങ് വെളുത്ത് തുടുത്ത് നമുക്ക് ലൈറ്റ് ആക്കാനൊന്നും പറ്റത്തില്ല. ഒരു 1 to 2 ഷെയ്ഡൊക്കെ നമ്മൾ അതുപോലെ മെനക്കെട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അതിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റും. പക്ഷെ എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഹോം റെമഡീസ് മാത്രം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ റിസൾട്ട്, അല്ലെങ്കിൽ സ്കിൻ ടോൺ മാറും എന്നുള്ളതാണ്. അല്ല, അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. നമ്മൾ ഹോം റെമഡീസ് മാത്രമല്ല, ഹോം റെമഡീസ് വേണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ CTM പ്രോസസ്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അതിൻ്റെ കൂടെ സെറം, CTM പ്രോസസ്സ്, സെറം, സൺസ്ക്രീൻ, ഇത് ഇത്രയത്തിൻ്റെ കൂടെ നമ്മളൊരു ഹോം റെമഡിയും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഈ പോയിന്റ് നിങ്ങൾ ഉറപ്പായിട്ട് ഓർത്ത് വെക്കണം. ഹോം റെമഡീസ് ഒറ്റയ്ക്ക് നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. CTM പ്രോസസ്, സെറം, SPF പ്ലസ് ഒരു ഹോം റെമഡി, ഈ മാർക്കറ്റിൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്നതും പ്ലസ് ഹോം റെമഡീസും രണ്ടും ബാലൻസ്ഡ് ആയി കൊണ്ടുപോയി നമ്മളൊന്ന് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അല്ലാതെ ഹോം റെമഡി മാത്രം ചെയ്ത് SPF ചെയ്യുന്നില്ല, സ്കിൻ ക്ലിൻസറും അങ്ങനെ ഒന്നും നമ്മൾ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വി ഡോണ്ട് ഗെറ്റ് ദ റിസൾട്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ ഒത്തുചേരും. മിക്ക ബ്യൂട്ടി ചാനൽസിലുള്ളവരും CTM പ്രോസസ്സും ഇതും എല്ലാം ചെയ്യാറുണ്ട്, എല്ലാവരും ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾ അത് ഉറപ്പായിട്ടും ചെയ്യണം. അല്ലാതെ ഹോം റെമഡീസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കട്ടെ. ഈ രണ്ടെണ്ണം കൂടെ കൂടി വന്ന് മിക്സ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് റിസൾട്ട് അവിടെ കാണുന്നത്. ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ പഠിച്ച കാര്യമാണ്. ഇങ്ങനെ ഇത് മിക്സപ്പ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കിന്നിന് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അല്ലാതെ ഒരു സാധനത്തെ മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരിക്കലും 30% മാത്രമേ ഉള്ളൂ നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്ന കാര്യം. ബാക്കി 70% നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന കാര്യങ്ങളാണെന്ന് ഇനിയെങ്കിലും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. അതിനാണ് ഞാൻ നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ളതും, അല്ലെങ്കിൽ നല്ല നല്ല ഫുഡുകൾ ഏതാണെന്നും ഇതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനോ ഉള്ള വീഡിയോസും എല്ലാം ഞാൻ നിങ്ങൾക്ക് നല്ല നല്ല കോണ്ടന്റ് ആണ് തരുന്നത്. കാരണം നമുക്ക് നമ്മുടെ ബോഡി നല്ലതായിട്ടിരിക്കണ്ടേ, നമ്മുടെ ഹെൽത്ത് നല്ലതായിട്ടിരിക്കണ്ടേ, എന്തൊക്കെ നല്ല ഫുഡാണ് അതിൻ്റെ ഒക്കെ ഇൻഫർമേഷൻസ് നമുക്ക് വേണ്ടേ. ആ എല്ലാ രീതിക്കും നമ്മുടെ ഹെയറിന് വേണ്ടതാണെങ്കിലും അങ്ങനെ എല്ലാം മൊത്തത്തിൽ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ റിസർച്ച് എല്ലാം നടത്തിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷൻ കൊണ്ട് തരുന്നതായിരിക്കും. അപ്പോൾ അക്വാലോജിക്കയുടെ ഈ പ്രോഡക്ട്സ് നിങ്ങൾ ഉറപ്പായിട്ടും യൂസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ദിവസം അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ദിസ് ഇസ് ബൈ ഫ്രം ശ്രീലക്ഷ്മി.